Let's turn our Bible to 1 Peter chapter 1 verse 7. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Amen. Please read. 1:7. So that the tested genuineness of your faith, more precious than gold that perishes though it's tested by fire, may be found to result in praise and glory and honor at the revelation of Jesus Christ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പെന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എഴുതിയതായ ലേഖനമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. At the beginning of this book we read that this is a book addressed to those who are scattered across the different cities. അവിടെ ഈ പാർക്കുന്നതായ ഈ ആ സ്ഥലങ്ങളിലൊക്കെയും താമസിക്കുന്നതായ പ്രിയപ്പെട്ടവര് അവർ വളരെ ഭയങ്കരമായ സമ്മർദ്ദത്തിന്റെ മധ്യത്തിലായിരുന്നു, പ്രഷറിന്റെ മധ്യത്തിലായിരുന്നു. What we read is these folks, they are in the midst of a lot of pressure. ആമേൻ. അതുപോലെ തന്നെ അവര് ക്രിസ്തുവിനെ അനുഗമിച്ചത് കൊണ്ട് അവർ നിരാകരണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, they face rejection, misunderstanding. ചിലപ്പോൾ വാക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ അതങ്ങനെ പറഞ്ഞേ. അപ്പോൾ നിരാകരണം, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെയും ഉള്ളതായ ഒരു സാഹചര്യത്തിലാണ് അവരായിരുന്നത്. And they are in the midst of being misunderstood amongst other challenges that they face. അതുപോലെ തന്നെ അവർക്ക് സാമൂഹികമായ സമ്മർദ്ദങ്ങളും അവർക്കുണ്ടായിരുന്നു. They also face societal pressures. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. They had difficulties in their life. അപ്പോൾ അവര് അങ്ങനെയുള്ളതായ ഇവരെല്ലാവരെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരെല്ലാവരും ആരാണ്? ദൈവമക്കളായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു. But one thing that was common to all of them, they were children of God, they were Christians. നിങ്ങളും ഞങ്ങളും അല്ലെങ്കിൽ നമ്മളും ഒരുപോലെ ചിന്തിക്കുന്നത് കൊണ്ട് ദൈവമക്കളായിരിക്കുന്നതായ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടതയുടെ പുറത്ത് കഷ്ടത കടന്നു വരുന്നു എന്നുള്ളതായ ചിന്ത അവർക്കും ഉണ്ടായിരുന്നു. They had the same thought that despite being Christians, why are they having difficulty one after the other? ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് അവർക്ക് ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ കഷ്ടത അനുഭവിക്കുന്നതായ ദൈവമക്കൾക്ക് കഷ്ടത എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെതായ അല്ലെങ്കിൽ ദൈവം നമ്മെ മറന്നു കളഞ്ഞു എന്ന് തോന്നിപ്പിക്കരുത്. അവരെ ആ കഷ്ടതയുടെ നടുവിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ്. And this epistle is written that despite the troubles, they should not think that God has forgotten them, but instead this epistle is written to encourage them. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതായ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ? If I ask you what is the most critical thing in your faith, what would that be? നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താ? What is the most important thing in a Christian life? ഒന്ന് പറയാമോ? റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് നല്ല കാര്യം, പക്ഷേ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു കാര്യം വിശ്വാസമാണ്. The greatest thing is to have faith. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം, നാം വിശ്വാസികൾ എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസമില്ലാതിരിക്കുന്ന അനേക വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയും. Even though we call all of us as believers, many lack the faith. ആമേൻ. നാം വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. Even though we don't have faith, we can still pray to God. വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തെ കുറിച്ച് പാടുമ്പോൾ തന്നെ വിശ്വാസം കൂടാതെ പാടുവാൻ കഴിയും. We can sing about faith without having faith. അവൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ തന്നെ വിശ്വാസം കൂടാതെ ദൈവത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം കഴിയും. You can give to God without even believing in it. ദൈവവചനം പറയുന്നത് വിശ്വാസം കൂടാതെ നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. But the word of God says it is impossible to please God without faith. അപ്പോൾ ഈ അധ്യായത്തിൻ്റെതായ ആരംഭത്തിൽ നമ്മളെ കുറിച്ച് പറയുന്നത്, ദൈവമക്കളെ കുറിച്ച് പറയുന്നത് ക്രിസ്തുയേശുവിൻ്റെതായ
പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉണ്ടാകുന്നതായ ഒരു പ്രത്യാശയുടെ ശുഭഭാവിയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു തുടങ്ങുന്നത്. And Peter begins this chapter talking about the resurrection and those who have the faith in the resurrection. ആമേൻ. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവും കർത്താവിന്റെ ആ യേശുക്രിസ്തുവിൻ്റെതായ ആമേൻ അടക്കവും പുനരുത്ഥാനവും കർത്താവിന്റെ മടങ്ങിവരവും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശ നൽകുന്നുണ്ട്. Now the faith, his death, his resurrection and his return should give us great hope. ആമേൻ. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. In the first chapter verse 5 we read, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ഒരു അവകാശത്തിനായി തന്നെ നമ്മെ കർത്താവ് ആമേൻ ജനിപ്പിച്ചിരിക്കുകയാണ്. in English in the 4th verse, to an inheritance that is imperishable, undefiled and unfading, kept in heaven for you. അപ്പോൾ ഈ ഒരു വിലയേറിയ പ്രത്യാശയ്ക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമുക്ക് ഹല്ലേലൂയ അതിനെ അതായത് മാറ്റുരച്ച് അതിനെ പ്രത്യേകമായ നിലയിൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Now God desires that he has called you to this faith, that we sharpen ourselves to that his expectation. ആമേൻ. ഇന്ന് പൽക്കാലം ആ വിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ നാം കടന്നു പോകുന്നതായ പരിശോധനയെ കുറിച്ച് 4 ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. We will meditate upon 4 questions and 4 answers based upon these trials. ഒന്നാമത്തേതായ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ബീങ് ട്രൈഡ് അവർ ഫെയ്ത്ത്. പരിശോധിക്കപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ വിശ്വാസമാണ്. The first question and response, what is it that is being tried? It is our faith. ആമേൻ. പൊന്ന് എന്ന് പറയുന്നതായ വസ്തു, പ്രത്യേകിച്ച് പൊന്ന്, സ്വർണം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 1 ലക്ഷം രൂപ, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്, ഏതാണ്ട് 1 ലക്ഷമോ അറൗണ്ട് 1 ലക്ഷം 100,000 റുപ്പീസാണ് ഒരു പൊന്നിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു പവൻ്റെതായ വില എന്ന് പറയുന്നത്. Now if you refer to gold, 1 sovereign is about 100,000 Indian rupees. അപ്പോൾ പൊന്നിന് വിലയുണ്ട്, പൊന്നിന് ഭയങ്കരമായ വില ലോകം മൊത്തമുണ്ട്. ഹല്ലേലൂയ. ആ വിലയാണ് അല്ലെങ്കിൽ അതിൻ്റെതായ നമ്മുടെ സാമ്പത്തിക നില പോലും നിശ്ചയിക്കുന്നത്. Now gold is precious everywhere. In fact, the currency value is based upon gold. എന്നാൽ ഇവിടെ കർത്താവായ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസത്തെ പൊന്നോടൊപ്പമാണ് സാമ്യപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. Now the word of God teaches faith to gold. പൊന്ന് അത് തീയിൽ ഇട്ടത് കൊണ്ടല്ല പൊന്നായത്, അത് നേരത്തെ പൊന്നായത് കൊണ്ടാണ് അത് ശുദ്ധി ചെയ്യുവാനായിട്ടാണ് തീയിലിട്ടത്. Now gold is being put in the fire for it to be refined. ഹല്ലേലൂയ. അത് തീയിലിട്ട് മുമ്പേ തന്നെ അത് പൊന്നായിരുന്നു. Even before it was put into the fire, it was gold. എന്നാൽ തീയിലിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ മലിനത ഒന്നിനു പുറകെ ഒന്നായി, അതിന്റെ കീടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നീങ്ങി മാറി അത് അതിൻ്റെതായ ശുദ്ധീകരണത്തിലേക്ക്, അതിൻ്റെതായ പ്രക്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. But as the gold is put through the fire, the impurities are removed and gold is refined each time. ഇതുപോലെയാണ് വിശ്വാസികൾ ഹല്ലേലൂയ കട്ടതയിൽ കടന്നു വന്നിട്ടല്ല വിശ്വാസികളാകുന്നത്. നാം ക്രിസ്തുവിനെ അംഗീകരിച്ച ആ സമയം മുതൽ നാം വിശ്വാസികളാണ്, ദൈവമക്കളാണ്. എന്നാൽ എന്നെയും നിങ്ങളെയും ശ്രദ്ധരാക്കുവാൻ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ തികഞ്ഞവരാക്കുവാൻ തക്കവണ്ണം കട്ടത നമ്മെ സഹായിക്കും. We do not become believers after going through trials, but every time we go through trials, it strengthens us to the perfection that God wants. ആമേൻ. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ, അത് പ്രാവർത്തികമായി ഉള്ളതാണോ എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതിസന്ധികളും കട്ടതകളും അതുപോലെയുള്ളതായ സാഹചര്യങ്ങളും ആമേൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും. Now faith is beyond our words, but it needs to
translate to our actions, and God allows certain trials for us to go through that so that we can practice that. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ പരിശോധിക്കപ്പെടാത്തതായ വിശ്വാസവും ബലഹീനമായിരിക്കും. അതിന് യഥാർത്ഥത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം കഴിയില്ല. An unexamined faith will not stand without stress. അവൻ ഹല്ലേലൂയ തീയിലൂടെ കടന്നിട്ടും പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ട് ഹല്ലേലൂയ വിഷമങ്ങളിലൂടെ കടന്നുപോയിട്ട് ഹല്ലേലൂയ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നതായ ആ വിശ്വാസിക്ക് ഒരു വിധത്തിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ സ്നേഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ദൈവികമായ വിശ്വാസത്തിൽ നിന്നോ പിടിച്ചു പറിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ശക്തിക്ക് കഴിയുകയില്ല. No power on this earth can separate you from God if you cling on to Him when you go through trials. ഹല്ലേലൂയ. എന്തെന്ന് ചോദിച്ചാൽ നമ്മെ വിശ്വാസത്തോ അവൻ ദൈവത്തോട് അടുപ്പിക്കുന്നതായ ആ ക്ലച്ച് അല്ലെങ്കിൽ ആ ലിങ്ക് എന്തെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, എനിക്കും നിങ്ങൾക്ക് ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ദൈവം തന്നിരിക്കുന്നതായ വിശ്വാസമാണ്. The one thing that binds you close to God, it is the faith that He has given to us. ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം വെറും പേരിൽ മാത്രം വിശ്വാസികളായി പോരാ, നമ്മൾ നേരിൽ ദിവസങ്ങളിൽ ഹല്ലേലൂയ വിശ്വാസികളായി രൂപാന്തരപ്പെടുവാൻ എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. God desires that you and I are not namesake believers, but in true spirit we become believers. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എത്ര പേർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താല്പര്യമുണ്ട്? As I asked before, how many desire to please God? എത്ര പേർക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്? How many desire to please God in your worldly life? അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുകയാണ്, വിശ്വാസം കൂടാതെ വിശ്വാസം കൂടാതെ വിശ്വാസം കൂടാതെ നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. It is impossible to please God without faith. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ വീണു പോകാത്ത വിശ്വാസം, നീങ്ങിപ്പോകാത്ത വിശ്വാസം ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നിൽ വർദ്ധിപ്പിക്കണമേ എന്നായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. Let our prayer be, God, increase an unfailing and unchanging faith in me. ആമേൻ. നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ആമേൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്നത് തന്നെയും വിശ്വാസമില്ലാത്തതായ ഒരു കൂട്ടം ആമേൻ വിശ്വാസികളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We sometimes observe believers who do not have any faith. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഇവരാരാ? യേശുവിനോടൊപ്പം നടക്കുന്നവരാ. We read in Mark chapter 4 verse 40, He said to them, why are you so afraid? Have you still no faith? And they were filled with great fear. അപ്പോൾ യേശുവിനോടൊപ്പം നടക്കുന്നു, കർത്താവിനോടൊപ്പം ചരിക്കുന്നു, കർത്താവിനോടൊപ്പം ഭക്ഷിക്കുന്നു, കർത്താവ് പറയുന്നത് കേൾക്കുന്നു, കർത്താവിനോടൊപ്പം അടുത്താണ് ഇടപെടുന്നത്. അപ്പോൾ ഇവരെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇവർക്ക് വിശ്വാസമില്ല. Here is referring to His disciples who walk with Him, eat with Him, listen to Him, but yet He is asking them, why have you so little faith? ആമേൻ. നമ്മൾ ആ ഗണത്തിൽ പെടുവാൻ പാടില്ല. ആമേൻ. നാം വിശ്വാസമുള്ളവരായിരിക്കണം. We should not belong to that group. We should have faith. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അവിടെ വായിക്കുന്നത്, അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. Matthew chapter 14 verse 31, Jesus immediately reached out His hands and took hold of him, saying to him, oh, you of little faith, why did you doubt? അവിടെ പത്രോസിനോടാണ് കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നത്. Here Jesus is talking to Peter.
അവൻ നേരത്തെ അല്പം പോലും വിശ്വാസമില്ലായിരുന്നു. ഇപ്പോൾ അവൻ അല്പവിശ്വാസത്തിലേക്ക് പത്രോസ് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ സംശയിച്ചത്. Earlier we read that he had no faith, but here we read he had little faith, but therefore he doubted. ഈ ഗണത്തിലും ഞാനും നിങ്ങളും വരാൻ പാടില്ല. We should not belong to that group either. അവൻ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we turn to Matthew chapter 8 verse 31, അവിടെ ഒരു വിശ്വാസത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് വലിയ വിശ്വാസമെന്നാണ്. and we read about faith over there, and Jesus refers to that as great faith. അവൻ കർത്താവിനെ കുറിച്ച് പറയുന്ന ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. Jesus says, I have not seen such great faith in all of Israel. ദൈവമേ, ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെതായ സ്റ്റാറ്റസ് എങ്ങനെ ഇരിക്കുന്നു? When we go through an examination of the faith, what is the result of that? നാം വിശ്വാസം ഉള്ളവരാണോ അതോ ഇല്ലാത്തവരാണോ? Do we have faith or no faith? അതോ നമ്മുടെ വിശ്വാസം അല്പവിശ്വാസമാണോ? Or is it little faith? അതോ നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് അതിശയിക്കുമാറുള്ളതായ വലിയ വിശ്വാസമാണ് നമുക്കുള്ളത്? Or do we have such great faith that amazes Jesus? ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വെറും നാമധാരികളായ വിശ്വാസികളല്ല, വാസ്തവത്തിൽ നേരിൽ വലിയ വിശ്വാസമുള്ളവരായി അവൻ ദൈവത്തെ അനുഗമിക്കുന്നവരായി തീരണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. What God expects is that we are not namesake believers, but in faith, in practice, we have that faith. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ, when our prayers are unanswered, നമ്മുടെ ജീവിതത്തിൽ ഭയം വരുമ്പോൾ, when we go through fear, നമ്മുടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി അവൻ തക്ക സമയത്ത് ലഭിക്കാതെ വരുമ്പോൾ, when our prayers are not answered in due time, ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസം താഴെ പോവുകയാണോ? അല്ല, നമ്മുടെ കർത്താവിൻ്റെതായ സന്നിധിയിൽ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. when we go through such times, is our faith reducing, or is it a faith that can sustain and say, even if I'm killed, I will wait for him? രണ്ടാമത്തേതായ ക്വസ്റ്റ്യൻ എനിക്ക് ഇവിടെ ചോദിക്കുവാനുള്ളത്, വിശ്വാസം എങ്ങനെയാണ് പരിശോധിക്കപ്പെടുന്നത്? The second question is, how is our faith tried? വിശ്വാസം പരിശോധിക്കപ്പെടുന്നത് പല വിധത്തിലുള്ളതായ പരിശോധനയിലൂടെ, പരീക്ഷണങ്ങളിലൂടെയാണ്. Our faith is tried through different trials and tests. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദീർഘകാലമായിട്ടുള്ളതായ പരിശോധന ഉണ്ടാകാം. Sometimes we have prolonged trials. ചിലപ്പോൾ നമുക്ക് ത്യാഗത്തിലൂടെ നമ്മുടെ അതായത് പരിശോധിക്കപ്പെടാം. Our faith may be tested through sacrifice. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം പ്രലോഭനങ്ങളിലൂടെ പരിശോധിക്കപ്പെടാം. Our faith may be tested through temptation. ചിലപ്പോൾ നമ്മുടേതായ പരിശോധന എതിർപ്പിലൂടെ പരിശോധിക്കപ്പെടാം. Our faith may be tested through opposition. ഏത് വിധത്തിലുള്ളതായ പരിശോധനയാണെങ്കിലും പരീക്ഷ ജയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. No matter what the test, the one who passes is such is a blessed man. ഹല്ലേലൂയ. നമ്മൾ യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. When we read about Job, this is what we read. യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നതായ പരിശോധന എന്ന് പറയുന്നത് ഇന്ന് വന്നിട്ട് നാളെ പോയ പരിശോധനയല്ല. What he experienced was not one that came a day and went away the next. നാം യോബിന്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ഹല്ലേലൂയ ഒരു വലിയ സീസണിൻ്റെതായ ഒരു പരിശോധന സീസണിലൂടെയാണ് അദ്ദേഹം What we read is through a prolonged season of tests and trials. അദ്ദേഹത്തിൻ്റെതായ മക്കളെല്ലാം തനിക്ക്
He lost all his children. അദ്ദേഹത്തിൻ്റെതായ സമ്പത്തെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നഷ്ടപ്പെടുന്നു. One after the other, he lost his wealth. അദ്ദേഹത്തിന്റെ ആരോഗ്യം തന്നെ നഷ്ടപ്പെടുന്നു. He lost his health. അദ്ദേഹത്തിൻ്റെതായ കൂട്ടുകാർ പോലും സ്നേഹിതന്മാർ പോലും കടന്നു വന്നിട്ട് തന്നെ പഴിക്കുന്നതായ നിലയിൽ, കുറ്റം പറയുന്നതായ നിലയിൽ അവൻ താൻ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. He went through a situation, his friends criticized him. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ ഓർക്കണം, അനുഗ്രഹം വരുമ്പോൾ മാത്രമല്ല നമുക്ക് വിശ്വാസം വേണ്ടത്. അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴും ഹല്ലേലൂയ, സാഹചര്യങ്ങൾ മറിഞ്ഞു പോകുമ്പോഴും ഹല്ലേലൂയ, ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുമോ? അതാണ് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. Our faith is not one that grows in blessings, but even in the times of difficulty, can we grow close to God? ഹല്ലേലൂയ. ഈ അതായത് യോബ് പറയുന്നത്, ഹല്ലേലൂയ, അവന് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു, തൻ്റെതായ സമ്പാദ്യം എല്ലാം പോകുമ്പോഴും താൻ പറയുന്നത്, എന്നാലും അവൻ എന്നെ കൊന്നാലും ഹല്ലേലൂയ, ആ വിശ്വാസം ഒന്ന് നോക്കിക്കേ. നമുക്ക് അദ്ദേഹത്തിന്റെ ഷൂസിൽ ഒന്ന് കയറി നിൽക്കാൻ പറ്റുമോ? അവൻ എന്നെ കൊന്നാലും എന്റെ എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ അവനായി കാത്തിരിക്കും. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസി. This is a true believer like Job. Put yourself in his shoes. He says, even if I am killed, I will wait for him. Do we have such a faith? ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഒന്നും നേടിയില്ലെങ്കിൽ ഹല്ലേലൂയ, വിശ്വാസം ഹല്ലേലൂയ കളഞ്ഞു കുളിക്കരുത്, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. Even if we earn nothing, may we not lose our faith. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, When we look at Abraham and his faith, അബ്രഹാമിന്റെ വിശ്വാസത്തിൽ ഒരു ത്യാഗത്തിന്റെ വിശ്വാസമാണ്. നമുക്ക് ഒരു ത്യാഗത്തിന്റെ പരിശോധനയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. we look at his life, it is a sacrificial faith. ഹല്ലേലൂയ. അത് നമുക്കറിയാം, ആ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. We are all familiar with his story. അത് തനിക്ക് 100 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു വാഗ്ദത്ത സന്തതി ലഭിക്കുന്നത്. When he was 100, he got his promised son. ആ വാഗ്ദത്ത സന്തതിയെ കുറിച്ചുള്ളതായി വാഗ്ദത്തം എന്തെന്ന് ചോദിച്ചാൽ, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രം പോലെ കടൽക്കരയിലെ മണൽ തരി പോലെ ആക്കുമെന്നുള്ളതാണ് വാഗ്ദത്തം. The promise given to Abraham is your generations will be like stars in the sky, like sand on the sea. അതേ വാഗ്ദത്തം പറഞ്ഞ കർത്താവ് തന്നെ ഹല്ലേലൂയ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ സന്തതിയെ കൊണ്ട് എന്ന്, നിന്റേതായ ഒരേ ഒരു മകനെ കൊണ്ട് എന്ന് യാഗം കഴിക്കണമെന്ന്. The same God who promised this to Abraham tells him now, go and sacrifice your only son. ഞാനും നിങ്ങളും ആ സമയത്തായിരുന്നെങ്കിൽ, ആ സ്ഥലത്തായിരുന്നെങ്കിൽ നമ്മൾ കർത്താവിനെ ഒന്ന് ഓർമ്മിപ്പിച്ച്, കർത്താവെ മറന്നുപോയതാണോ? If we were in this place, we would have reminded God, God, isn't this your promise? Did you forget? കർത്താവ് അവിടെ നിന്നല്ലേ സന്തതിയെ തരാമെന്ന്. അതായത് ഇത് എൻ്റെ സന്താനം, ഹല്ലേലൂയ, അവരെ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് വലിയ ജനസംഖ്യ ആക്കാമെന്ന് പറഞ്ഞ് കർത്താവ് മറന്നുപോയതാണോ? ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. Oh, I'm just reminding you, God, didn't you not promise that you will multiply my generations and make them a great nation? ഹല്ലേലൂയ. ഇതൊന്നും അബ്രഹാം ചോദിച്ചില്ല. Abraham didn't ask any of this. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ യഹോവയായ ദൈവം ഇസ്ഹാക്കിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കുമ്പോഴും അവർ ഉള്ളിന്റെ ഉള്ളിൽ ആമേൻ അബ്രഹാം ചിന്തിച്ചു കാണും, ഈ മനുഷ്യനെയാണ്, ഈ സന്തതിയാണ് കർത്താവ് വലുതാക്കാമെന്ന് പറഞ്ഞത്. വലുതാക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇതിനെ ത്യാഗം ചെയ്താലും ഈ ചാമ്പലിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ജനസംഖ്യയെ ഉളവാക്കുവാൻ കഴിവുള്ളതാണെന്ന് ആ ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു. Abraham must have had this faith even as he was sacrificing Isaac. He knew he is a God who's able to raise a generation, a multitude from the ashes. ഒരു മനുഷ്യൻ എന്നുള്ളതായ നിലയിൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ളതായ കൗണ്ടർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒപ്പീനിയനുമായിട്ട് അദ്ദേഹത്തിന് കടന്നു വരാമായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുക,
തന്നെയാണ് എന്ന് പറയുന്ന ഒരു ത്യാഗവിശ്വാസം. Abraham could have come with counter questions, but no, he blindly believed in God. That is the faith of sacrifice. ഹല്ലേലൂയ. അവിടെയാണ് അബ്രഹാം വിശ്വാസിയുടെ പിതാവായി മാറുന്നത്. That is when he becomes the father of faith. മൂന്നാമത് നമ്മൾ ജോസഫിനെ കുറിച്ച് കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ അവൻ പരിശോധനയിലൂടെ പ്രലോഭനങ്ങളിലൂടെ താൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. Next we look at Joseph, who went through temptations and stood in his faith. അവൻ പൊത്തിഫേറിൻ്റെതായ അവൻ ഭവനത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കാര്യം ആ പാപം വേണമെങ്കിൽ മറ്റാരും അറിയാതെ മറച്ചു കളയാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ കാര്യം ചെയ്തിട്ട് എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതായ നിലയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. When he was at Potiphar's house, he could have committed that hidden sin, but he asked himself, how will I face to God if I do this? ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെതായ എല്ലാ നീക്കങ്ങളെയും കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ പരസ്യ ജീവിതം മാത്രമല്ല, നമ്മുടെ രഹസ്യ ജീവിതത്തെയും അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും വിശ്വാസികളായി നിലകൊള്ളുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He is a God who sees your public life and your private life, and he expects that you maintain your integrity at all times. അവിടെ അവൻ ജോസഫ് ഹല്ലേലൂയ പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ തന്നെയും വിജയശ്രീലാളിതനായി ഹല്ലേലൂയ വിജയിയായി ഹല്ലേലൂയ അവൻ പുറത്തു വരുന്നത് നമുക്ക് ദൈവവചനം പഠിപ്പിച്ചു തരുന്നതായ സത്യമാണ്. It is the truth that the Bible teaches us, that even though he went through these challenges, he comes out as a great victor. നാം ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ തൻ്റെതായ സഹപ്രവർത്തകർ അല്ലെങ്കിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ തൻ്റെ കൊട്ടാരത്തിലുള്ളവരിൽ നിന്നാണ് തനിക്ക് പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ടെംപ്റ്റേഷനും അതുപോലെ തന്നെ ഉപദ്രവവും കഷ്ടതയും ഒക്കെ കടന്നു വരുന്നത്. അതിന്റെ മധ്യത്തിൽ ദാനിയേൽ പിടിച്ചു നിന്ന് വിജയം വരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. If you look at Daniel, he faced his challenges and persecution from his own people, but even in the midst of that, he stood in his faith. ദൈവജനമേ, ഞാൻ പറഞ്ഞു വരുന്നതായി ഈ പറയപ്പെട്ടതായ എല്ലാ ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞു വരുന്നത് എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ നാം പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് നിങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ടെന്നുള്ളത് പരിശോധനയിലൂടെ കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. And through all these illustrations, what I'm trying to say is we will know and measure our faith when we go through these trials. ഹല്ലേലൂയ. ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ടീ ബാഗിൻ്റെതായ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നോ? ടീ ബാഗിൻ്റെതായ ഒരു ടീ ബാഗ് നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ ടീ ബാഗിനകത്തുള്ളതായ ആ ടീ എത്രമാത്രം നല്ലതെന്നുള്ളത് നമുക്കറിയില്ല. When we look at a tea bag, we do not know how good is the tea. എന്നാൽ ആ ടീ ബാഗിനെ തിളപ്പിച്ചൊരു വെള്ളത്തിലിട്ടാൽ, but if you put the tea bag into boiling water, ആ തിളപ്പിച്ച വെള്ളത്തിൽ ടീ ബാഗ് കിടക്കുന്നിടത്തോളം കാലം ഈ ടീ ബാഗിനകത്തുള്ളതായ ഇതിൻ്റെതായ സത്ത് ഈ വെള്ളത്തിലിറങ്ങും. ഇതിനകത്ത് എന്തായിരുന്നു എന്നുള്ളത് ഹല്ലേലൂയ അപ്പോഴാണ് കുടിക്കുന്നതായ വ്യക്തികൾക്ക് മനസ്സിലാകുന്നത്. but when it is inserted into this boiling water, the goodness of the tea comes out, and then when you realize how good a tea it was. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെതായ നമ്മുടെ പരിശോധന. So is the trials of our faith. നാം പരീക്ഷണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ കഷ്ടതയുടെ ചൂടിലൂടെ നാം കയറി ഇറങ്ങുമ്പോൾ അകത്ത് നമുക്ക് എന്തുമാത്രം വിശ്വാസമുണ്ട്, നാം കർത്താവിനോട് എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് അറിയുവാൻ തക്കവണ്ണം കഴിയുന്നത് നാം ചൂടിലൂടെ ഈ എൻവയൺമെന്റിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ കഷ്ടതയുടെ തീച്ചൂളിലൂടെ ഇറങ്ങിപ്പോ മാത്രമേ അറിയുള്ളൂ. Only when we go through the heat of trials will we know how much faith we have, how we cling on to God. ദൈവം നമ്മെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നത് നമ്മെ നശിപ്പിക്കുവാനായിട്ടല്ല. നേരത്തെ പറഞ്ഞതുപോലെ പൊന്നുരുക്കി ഹല്ലേലൂയ ബേത്തരമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ നിങ്ങളെയും മാറ്റുവാനായിട്ടാണ്.
പറയുകയാണ്. God does not allow these trials to destroy you, but so that when you go through like gold, you will be refined. ആമേൻ. മൂന്നാമത്തെ ചോദ്യം എനിക്ക് പറയുവാനുള്ളത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വിശ്വാസം എന്തിനാണ് പരിശോധിക്കപ്പെടുന്നത്? The third question is, why is faith tried? ആമേൻ. കൂടുതൽ വിലയേറിയതാക്കുവാനായിട്ടാണ് വിശ്വാസം പരിശോധിക്കപ്പെടുന്നത്. The answer is to make it more precious. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പരിശോധിക്കപ്പെട്ടതായ വിശ്വാസം എന്ന് പറയുന്നത് പൊന്നിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. Oh, tested faith is greater than even gold. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊന്നിന് ഈ ലോകത്തിൽ നമുക്ക്, ഹല്ലേലൂയ, സ്വത്തുകളും അതുപോലെ ധനവും ഒക്കെ വാങ്ങിത്തരുവാൻ തക്കവണ്ണം കഴിയും. Gold can buy you wealth and inheritance. എന്നാൽ ദൈവവചനം പറയുന്നത് ലോകവും അതിന്റെ മോഹവും എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. But Bible says everything the world offers will one day perish. എന്നാൽ വിശ്വാസം, ഹല്ലേലൂയ, തിളങ്ങിയതായ ഒരു വിശ്വാസമുണ്ടല്ലോ നമ്മുടെ സ്വർഗനാട്ടിൽ, ഹല്ലേലൂയ, നമുക്ക് സമ്പത്ത് ഉളവാക്കുന്നതാണ്. അതിൻ്റെതായ ഒരു ആക്സസ് ആണ് ഈ വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. But a glowing faith will make sure you have inheritance in our eternal home. അവൻ ലോകത്തിൽ നമുക്ക്, അവൻ പൊന്ന് ലോകത്തിൻ്റെതായ സമ്പത്ത് നമുക്ക് തരുമെങ്കിൽ സ്വർഗീയമായ വിശ്വാസം നമുക്ക് സ്വർഗത്തിൽ ഉയരത്തിൽ, ഹല്ലേലൂയ, നമുക്ക് സമ്പത്ത് നൽകുന്നതാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. Let us not forget that gold can buy you material wealth, but faith will buy you eternal wealth. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം, ഹല്ലേലൂയ, പരിശോധനയാകുന്ന തീയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ പുറത്തു വരേണ്ടത് ഒന്നിന് പുറകെ ഒന്നായി നമ്മെ വിട്ട് മാറിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. When we go through trials, we will know we will leave few things behind, one after the other, and come out. ആമേൻ. ചിലപ്പോൾ നാം തീയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഭയം നമ്മിൽ നിന്ന് മാറിപ്പോകും. Sometimes when we go through fire, the fear comes out. ചിലപ്പോൾ ആമേൻ തീച്ചുളിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്നിലും നിങ്ങളിൽ ഉണ്ടാകുന്നതായ അഹങ്കാരം തന്നെ മാറിപ്പോകും. When we go through the fire, pride comes out. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ക്ഷമിക്കുവാനില്ലാത്തതായ ആ ഒരു ക്ഷമയില്ലായ്മയുണ്ടല്ലോ, ആ ക്ഷമയില്ലായ്മ തന്നെ എന്നിൽ നിന്ന് മാറിപ്പോകും. Sometimes our inability to forgive, that will go away. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പലരോടും വെച്ചിരിക്കുന്ന കോപമുണ്ടല്ലോ, പകയുണ്ടല്ലോ, അതെല്ലാം മാറിപ്പോകും. Sometimes the anger and hatred that we have, that will go away. നാം പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ എന്നിലും നിങ്ങളുമുള്ളതായ സംശയങ്ങൾ മാറിപ്പോകും. When we go through trials, our doubts will go away. ഹല്ലേലൂയ. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മിൽ തന്നെ ആശ്രയിക്കുന്നത് കുറച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം കൂടുതലായി പഠിക്കുമെന്ന് പറഞ്ഞാൽ സ്വയം ആശ്രയം നമ്മിൽ നിന്ന് മാറിപ്പോകും. When we go through fire, we will give away self-reliance and learn to rely on God. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നാം എന്തായി തീരണമെന്ന്, ഹല്ലേലൂയ, തീ നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. When we go through trials, this fire will teach you what you must become. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരിശോധന, ഹല്ലേലൂയ, ഈ പൊന്ന് തീയിലൂടെ കടന്നു പോകുന്നതിനെ ചാമ്പലാക്കുവാനായിട്ടല്ല, ശുദ്ധീകരിക്കുവാനായിട്ടാണ്. Oh, as I said, the gold goes to the fire not to be destroyed, but to be refined. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് പറയുവാൻ തക്കവണ്ണം അത് ഉള്ളതായ കാര്യം. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമല്ല നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കേണ്ടത്. ഹല്ലേലൂയ. അവർ ഇതെല്ലാം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴും നമ്മുടെ ദൈവത്തെ നാം വിശ്വസിക്കണം. No, it is not just to stick to God when you have blessings, but when everything turns against you, are you willing to stick with Him? ആമേൻ. ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, എല്ലാം നന്നായിട്ട് പോകുമ്പോൾ ദൈവം നല്ലവനെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. It is nice to say when everything is well, God is good.
എന്നാൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോഴും ദൈവം നല്ലവനെന്ന് പറയുന്നത് വിലയേറിയ വിശ്വാസമാണ്. But even when we don't understand what we are going through, if we can say God is good, that is great faith. ആമേൻ. ആരാധന എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവം നല്ലവനെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്, നല്ലൊരു സാക്ഷ്യം പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. When everything is going good, it is good to say God is good. It is good to share your testimonies. എന്നാൽ ഞാനും നിങ്ങളും കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴും നാം ദൈവത്തെ നോക്കിയിട്ട് പറയുകയാണ്, കർത്താവേ അവിടുന്ന് നല്ലവനാണ് എന്ന് പറയുന്നത് അത് വിലയേറിയ വിശ്വാസമാണ്. But even in the midst of your tears, if you can tell God you are good, that is great faith. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ പറഞ്ഞു വരുന്നത് സാഹചര്യങ്ങളെല്ലാം നമുക്കെതിരായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അപ്പോഴും നിന്നുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് അവിടുന്ന് നല്ലവനെന്ന് പറയുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ ആ വിശ്വാസം വിലയേറിയ വിശ്വാസമാണ്. If you and I in the midst of our troubles can say God is good, that is great faith. ഇവിടെ നമ്മൾ ആദ്യത്തെ അവസാനത്തതായ പോയിന്റ് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ what is the result of our tried faith? അത് പരിശോധിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ഫലമെന്ത്? അതിന് മറുപടി ഇതാണ്, സ്തുതിയും മഹത്വവും ബഹുമാനവും നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. And the fourth question is this: what is the result of tried faith? The answer is praise, glory, and ഒന്നാം honor. അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെതായ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി ആമേൻ ഇതെല്ലാം കാണുവാൻ ഇടവരും. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാണ് ഹല്ലേലൂയ നാം ഈ വഴിയിലൂടെ കടന്നുപോയത്. In the 7th verse, 1 Peter 1:7, so that the tested genuineness of your faith, more precious than gold that perishes, though it's tested by fire, may be found to result in praise, glory, and honor at the revelation of Jesus Christ. ആമേൻ. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഒരു ദിവസം നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകാൻ പോകുകയാണ്. We all believe that one day he will appear. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ ഏതാണ്? This is our hope. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നതാണ്. The world even announces his coming. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിൻ്റെതായ സംഭവങ്ങൾ പ്രവചനങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നിവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. All the prophecies are coming true one after the other. എന്നാൽ ഒരു കാര്യം പറയട്ടെ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ ഈ പരിശോധനയിലൂടെ നാം പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം കഴിയുള്ളൂ. But only if you have the faith, if you can go through the trials, can we be with Jesus together. ഇന്നത്തെ വേദന ചിലപ്പോൾ ലോകം നമ്മെ മനസ്സിലാക്കണമെന്നില്ല. Today's pain the world may not recognize. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളതായി ജനത്തിന് ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരൊക്കെയും അത് നോക്കി ഈ ഞായറാഴ്ച നിങ്ങൾ എന്തിനാ ഇവിടെ പോയിരുന്ന് ഇങ്ങനെ സമയം കളയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ കളിയാക്കിയെന്നൊക്കെ വന്നേക്കാം. Your colleagues may look at you, why are you wasting your Sunday going to the church, and they may even ridicule you for it. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചെലവഴിക്കുന്ന കടന്നു പോകുന്ന ഒരു സെക്കൻഡ് പോലും പാഴാകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത്. Let none of us forget this. Every second that is spent in his presence is not wasted. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മെ മാനിക്കുന്ന ഒരു ദിവസം കടന്നു വരുന്നു. The word says there is a day that you will be honored. നമ്മെ കർത്താവ് ആദരിക്കുന്ന ഒരു ദിവസം കടന്നു വരുന്നു. A day is coming when he will exalt you. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഹല്ലേലൂയ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിട്ട് തേജസ്സിൻ്റെതായ ആ പൊൻകിരീടം പ്രാപിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. There is a day that is coming. He is going to anoint you with a glorious crown. അവൻ കട്ടതയിൽ നാം പതറാതെ നിന്നാൽ ഹല്ലേലൂയ പുരുഷാരത്തിന് മുമ്പിൽ സ്വർഗ നാട്ടിൽ നാം കടന്നു പോകുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങള് ഹല്ലേലൂയ അവിടെ നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന് പറഞ്ഞ് നമ്മെ മാനിക്കുന്ന ഒരു ദിവസം കടന്നു വരുന്നു. If we can survive this time, there is a day that is coming. He will look at you and you'll say, well done, my good and faithful child.
ദൈവജനമേ, ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, പരീക്ഷയിൽ തോൽക്കാതിരിപ്പാൻ, പരിശോധനയിൽ വീണു പോകാതിരിപ്പാൻ കർത്താവേ കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Can we pray this morning? God, help me to go through these trials. Let me not fail in these temptations. അവൻ പാട്ടുകാരൻ പാടുന്നത് പോലെ വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ എന്നാത്മനായകനെ എന്ന് എത്ര പേർക്ക് പറയുവാനും പാടുവാൻ തക്കവണ്ണം കഴിയും. As the song says, can we say that, Lord, give me the grace to stand without falling? നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ്. He who began the good work in you is faithful to lead you until his coming. ഈ വിശ്വാസത്തിൽ നമുക്ക് എപ്പോഴും അത് നിലനിൽക്കുവാൻ, വിലയേറിയ വിശ്വാസം പിടിച്ച് അന്ത്യം വരെ നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God strengthen you through so that we can stand until the last day with this great faith. ഈ വചനങ്ങൾ ആ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ, പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യെസ്, കം.